ഇവൻ പുലിയല്ല പുപ്പുലിയാണെന്ന് നമ്മൾ പറയാറില്ലേ. ഈ പറഞ്ഞതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു ലെപ്പേഡാണ് നമ്മുടെ മുന്നിൽ കൂടെ നടന്നു പോകുന്നത്. ലെപ്പേഡുകൾ സാധാരണ മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് ഓടി മറയാറാവുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമറ കണ്ണുകളിൽ നമുക്കധികം വ്യക്തമായിട്ട് ഇതേപോലെ ഇത്ര അടുത്ത് നന്നായി കാണാനുള്ള ഭാഗ്യം വളരെ ചുരുക്കം പേർക്കേ കിട്ടാറുള്ളൂ കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഈ യാത്രയിൽ പുലി മാത്രമല്ല ഉള്ളത്, കടുവേനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ. രാവിലെ ഏകദേശം ഒരു 6:15 സമയമായിട്ടുണ്ട്. നമ്മളിതാ പഴയ ബന്ദിപ്പൂർ സഫാരി ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അവിടുന്ന് റൈറ്റ് എടുത്ത് കാട്ടിനുള്ളിലേക്ക് കയറുവാണേ. അപ്പോൾ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു സഫാരി വാഹനത്തിന് ലെപ്പേഡിൻ്റെ ചെറിയൊരു ക്രോസിങ് കിട്ടി. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ലെപ്പേഡ് അടുത്ത സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളിടത്തേക്ക് എല്ലാ വാഹനങ്ങളും കൂടെ ഓടുവാണേ. നമ്മുടെ സഫാരി ജിപ്സിയുടെ ഡ്രൈവർ രമേശണ്ണനാണ്. അങ്ങനെ നമ്മൾ വേറൊരു പോക്കറ്റ് റോഡിൽ കൂടെ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടോ കണ്ട കാഴ്ച കണ്ടോ, നമ്മുടെ വാഹനത്തിൻ്റെ ഒത്തിരി മുന്നിലായിട്ട് നടന്നു പോകുന്ന ആളെ കണ്ടോ. എല്ലാ വണ്ടിക്കാരും തേടി നടന്നയാളിത് നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ബോൾഡായിട്ടുള്ളൊരു മെയിൽ ലെപ്പേഡാണിത്. അപ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. നമ്മുടെ പ്രസൻസ് മനസ്സിലായി. സാധാരണ ലെപ്പേഡുകൾ ഇതേ മനുഷ്യൻ്റെ പ്രസൻസ് മനസ്സിലായി കഴിഞ്ഞാൽ അന്നേരം റോട്ടിൽ നിന്ന് മാറി കാട്ടിൽ കയറി ഏതെങ്കിലും പൊന്തക്കാട്ടിലേക്ക് മറയാറാവുള്ളത്. പക്ഷേ ഇവൻ അങ്ങനെയൊന്നും മറയാൻ ഭാവമില്ലാത്ത ഒരുത്തനാണ്. റോട്ടിൽ നമ്മുടെ മുന്നിൽ കൂടെ ടൈഗർ നടക്കുന്ന പോലെയാണ് അവൻ്റെ ആ എലഗൻസിലുള്ള നടത്തം കണ്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ 2 ഇനം ബിഗ് ക്യാറ്റ്സ് ആണുള്ളത്. ഒന്ന് ടൈഗർ, രണ്ടാമത് ഇതേ കാണുന്ന ലെപ്പേഡ്. ലെപ്പേഡിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവൻ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം ഇവൻ നിലത്തിറങ്ങാതിരിക്കുക എന്നുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവന് ടൈഗറിനെ നല്ല പേടിയാണ്. ടൈഗർ കണ്ടു കഴിഞ്ഞാൽ ഇവനെ ഓടിക്കും. അപ്പോൾ ടൈഗറിന് മരം കയറാനുള്ള കഴിവ് ലെപ്പേഡിൻ്റെ അത്ര ഇല്ല. ചെറിയ രീതിയിലൊക്കെ മരം കയറുന്നേ ഉള്ളൂ. പക്ഷേ ലെപ്പേഡ് അങ്ങനെയല്ല. അവൻ ഏത് മരത്തിൻ്റെ ഏത് ചുള്ളിക്കമ്പിൽ വരെ വലിഞ്ഞു കയറും. ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മങ്കീസിനെ അതായത് ലങ്കൂറിനെയൊക്കെ ഓടിച്ചിട്ട് മരത്തേക്കൂടെ ഓടിച്ചിട്ട് പിടിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അത്രയും എജൈലാണ്, അത്രയും എന്താ പറയുന്നത്, ഫ്ലെക്സിബിൾ ബോഡിയുള്ള ഒരു ബിഗ് ക്യാറ്റ് ഐറ്റമാണ് കേട്ടോ ലെപ്പേഡ്. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആയിട്ടുള്ള ബന്ദിപ്പൂർ ഏകദേശം 200 ലെപ്പേഡാണ് ലാസ്റ്റ് സെൻസസിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ 2 ടൈഗറിന് 3 ലെപ്പേഡ് എന്ന തോതിലുണ്ട് കേട്ടോ. പിന്നെ ടൈഗറിനെ ലെപ്പേഡിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ലെപ്പേഡ് ഏകദേശം 50 തൊട്ട് 70 കിലോ വരെ മാത്രം ഭാരമുള്ള ഒരു ബിഗ് ക്യാറ്റാണ്. അതേ സ്ഥാനത്ത് ടൈഗർ എന്ന് പറഞ്ഞാൽ 200 തൊട്ട് 250 കിലോ വരെ അവന് ഭാരമുണ്ട്. നമ്മുടെ ഈ ലെപ്പേഡിൻ്റെ പുറകെ നമ്മൾ കുറച്ചധികം നേരമായി ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് പുറകെ വരുന്നു. പക്ഷേ അവൻ്റെ ആ ബോൾഡായിട്ടുള്ള തിരിഞ്ഞ് നോട്ടം നോക്കി ഇടയ്ക്കിടയ്ക്കുള്ള എന്താ ഭംഗി നോക്കണേ. ലെപ്പേഡുകൾ അവരുടെ ഇരട്ടി ഭാരം വരെയുള്ള അവരുടെ ഇരകളെ, അതായത് സാമ്പാർ ഡീർ പോലെയുള്ള ഇരകളെ വലിച്ച് മരത്തിൻ്റെ മുകളിൽ കടിച്ച് വലിച്ച് കയറ്റി അവിടെ എകരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെയാണ് കൂടുതൽ ഇരുന്ന് തിന്നാറ്. അത് കൂടുതലും ടൈഗറിനെയും വൈൽഡ് ഡോഗ്സിനെയൊക്കെ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നവൻ. ഇവൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇതേ അവൻ ഓടി കാട്ടിലേക്ക് കയറിയേ. ഇനിയിപ്പോൾ എന്താവുമെന്നൊരു പിടുത്തമില്ല. ഇവനെ നമുക്ക് കൂടുതൽ കാണാൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മൾ വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് സമാന്തരമായി തന്നെയാണ് അവനും നടക്കുന്നത്. ഇടയ്ക്കുള്ള നോട്ടം നോക്കി എന്താ രസം. ആ കാടിൻ്റെ വന്യതയിൽ ലെപ്പേഡിനെ കാണുമ്പോൾ എന്താ ഭംഗി നോക്കണേ. നമ്മുടെ ജിപ്സി ഡ്രൈവർ രമേശനും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഈ ലെപ്പേഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയയുടെ മുന്നിലേക്ക് വാഹനം എടുത്ത് നിർത്തി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള ആളുടെ ഒരു വ്യൂ കിട്ടും എന്നുള്ള കണക്കൂട്ടി തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മുടെ മുന്നിലേക്ക് ലെപ്പേഡ് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് നടക്കുന്ന നോക്കി എന്താ ലുക്ക് നോക്കണം. അവൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള തല പൊക്കിയുള്ള ആ ഒരു നോട്ടവും ആ ഒരു ബോൾഡായിട്ടുള്ള നടത്തമൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കുകയില്ലാത്തൊരു കാഴ്ചയായിരുന്നു നമുക്ക് ഈ ലെപ്പേഡിനെ കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ലെപ്പേഡ് റോഡ് ക്രോസ് ചെയ്തത് വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം നമ്മുടെ മുന്നിൽ കാണാൻ വഴിയില്ല. അപ്പോൾ ഇവനെ നമ്മൾ സ്പോട്ട് ചെയ്തില്ല എങ്കിൽ ഇതേപോലെ കാടിൻ്റെ ഇടയ്ക്കൊക്കെ അവൻ കിടക്കുവാണെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ കളർ ഇതുമായിട്ടൊക്കെ മാച്ച് ചെയ്ത് നിൽക്കുന്ന കാമോഫ്ലേജുള്ള കളറാണ്. അപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്തില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇവനെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഫാരിക്ക് പോകുമ്പോൾ ലെപ്പേഡിനെ കാണാൻ വളരെ കുറച്ച് മാത്രം കിട്ടാറുള്ളത്. അപ്പോൾ ഈ ലെപ്പേഡ് ഭയങ്കര ഡോമിനൻസ് ഉള്ള ഒരു ബോൾഡ് ലെപ്പേഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവൻ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ചെറിയ രീതിയിലൊക്കെ സൈറ്റിങ് പെയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫീമെയിലിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതായത് മേറ്റിംഗ് പീരീഡിലാണുള്ളത്. ലെപ്പേഡുകളും ടൈഗറിനെ പോലെ തന്നെ ടെറിട്ടോറിയൽ അനിമലാണ്. ഒരു ഏരിയയിൽ ഒരു ലെപ്പേഡ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവനും ഈ ടൈഗറിനെ പോലെ തന്നെ ടെറിട്ടോറിയൽ മാർക്കിംഗ് ഒക്കെ ചെയ്യും. അവൻ്റെ നഖങ്ങൾ കൊണ്ടും അവൻ്റെ മൂത്രം സെൻ്റ് അടിച്ചൊക്കെ ആയിട്ട് അവൻ്റെ ഏരിയ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ വേറൊരു മെയിൽ ലെപ്പേഡിനെ അവൻ്റെ ഏരിയയിലേക്ക് അവൻ കേട്ടില്ല. പിന്നെ മേറ്റിംഗ് പീരീഡൊക്കെ ആകുമ്പോൾ മാത്രം വേറെ ഒരു ഫീമെയിൽ അവൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ.
അങ്ങനെ 6 മിനിറ്റിലധികം സൈറ്റിങ് തന്നിട്ട് ദേ നമ്മുടെ ലെപ്പേഡ് കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് പോയി മറയുവാണേ. ബാക്കി സഫാരി വാഹനങ്ങൾ ഓടി എത്തിയപ്പോഴത്തേക്കും ലെപ്പേഡ് കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരുന്നു കേട്ടോ. കാടിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്, ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കാട് ചില കാഴ്ചകൾ കൊടുക്കുകയുള്ളൂ. നേരം വെളുത്ത് നല്ല വെട്ടം വീണ് തുടങ്ങിയപ്പോൾ ഇനി നമുക്ക് ഈ സഫാരി കിട്ടുന്ന എല്ലാം ബോണസാണ്. കാരണം ഒരു സഫാരി കിട്ടാവുന്നതിൻ്റെ മാക്സിമം സൈറ്റിങ് നമുക്കിത് കിട്ടിക്കഴിഞ്ഞു. ഈ ട്രിപ്പിൽ എൻ്റെ കൂടെയുള്ളത് ഡോഡ്ഗീൻ ബിബിനും ഹാരിസുമാണ്. ഞങ്ങൾ സ്കൂൾ കാലം തൊട്ടേ ഫ്രണ്ട്സാണ്. പിന്നെ എറണാകുളത്ത് നിന്നുള്ള നിഖിലും അവരുടെ ഫ്രണ്ട്സുമാണ്. പിന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെസ്റ്റ് ബംഗാൾ ഫാമിലി, അവരാണെങ്കിൽ ഫസ്റ്റ് ടൈം സഫാരി വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇന്നലെ കാട്ടുപോത്തുകളെ ടൈഗർ അറ്റാക്ക് ചെയ്യുന്നത് കിട്ടി, ഇന്ന് രാവിലെ ലെപ്പേഡിനെ കിട്ടി. ഈ പ്രദേശത്ത് വെച്ചിട്ട് ഒരു സഫാരി വണ്ടി ടൈഗർ കുറ്റിക്കാട്ടിലോട്ട് കയറി പോകുന്നതായിട്ട് കണ്ടേ. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാ സഫാരി വാഹനങ്ങളും ഏരിയയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നിന്ന് തീറ്റ തിന്നുന്ന സ്പോട്ടഡ് ഡിയേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ഇതുവരെ ടൈഗറിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയിട്ടുമില്ല. നമ്മുടെ ബന്ദിപ്പൂർ നാഗർകോളെ ഫോറസ്റ്റുകളിലെല്ലാം സ്പോട്ടഡ് ഡിയേഴ്സ് കണ്ടമാനമുണ്ട് കേട്ടോ. ആയിരക്കണക്കിന് സ്പോട്ടഡ് ഡിയേഴ്സിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഒരു ഏരിയയിൽ തന്നെ, അത്രയ്ക്കുമുണ്ട്. അപ്പോൾ ഈ അടുത്ത ഒരു ഫോറസ്റ്റർ എന്നോട് പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, മയിലും മാനും ഉള്ള പ്രദേശങ്ങൾ മരുഭൂമിയാകും എന്നൊരു വാചകം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം ശരിയാണ്. നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ, പെരിയാർ പോലുള്ള ഫോറസ്റ്റുകളിലൊന്നും സ്പോട്ടഡ് ഡിയേഴ്സും ഇല്ല, മയിലുകളും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഒരു സെമി ഡെസ്റ്റേഴ്സ് ഫോറസ്റ്റുകളിൽ മാത്രമേ ഇവയുടെ സാന്നിധ്യമുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ. നമുക്ക് ബന്ദിപ്പൂർ മോർണിംഗ് സഫാരിയിൽ ഇഷ്ടം പോലെ ബേഡ്സിനെ കാണാൻ അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ടൈഗറിനെ ലെപ്പേഡിനെയൊക്കെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ടൈമുകളിൽ നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബേഡ്സിനെ കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ അവസരമുണ്ട്. അപ്പോൾ നമ്മളെന്താണല്ലോ ഇപ്പോൾ ടൈഗറിനെ പല സ്ഥലങ്ങളിലായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഈ വശങ്ങളിലുള്ള പക്ഷികളെയെല്ലാം നമ്മൾ നിരീക്ഷിക്കുകയും അവരെയൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്യണേ. പലരും ചോദിക്കുന്ന ഒരു സംശയത്തിന് ഉത്തരം പറയാം. എന്തുകൊണ്ട് കടുവേനെയും പുലിനെയൊക്കെ കാണാൻ ഇത്ര എക്സൈറ്റഡ് ആണ്, ഇത്ര ഫോറസ്റ്റ് സഫാരിക്ക് പോകുമ്പോൾ അവരെ തന്നെ ഫോക്കസ് ചെയ്ത് സഫാരി നടത്തുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. കാരണം അവർ ടെറിട്ടോറിയൽ അനിമലാണ്. ഒരു 30 കിലോമീറ്റർ റേഡിയസിലേക്ക് ഒരൊറ്റ കടുവേ ഉള്ളൂ. ആ കടുവേനെ കാണാൻ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലെപ്പേഡിൻ്റെ കേസിലും. ലെപ്പേഡ് മനുഷ്യനെ കാണുമ്പോൾ ഓടി മറയുന്നതാണ്, അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കാണാനുള്ള ചാൻസും വളരെ കുറവാണ്. അവരെ ഒരു സഫാരിയിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഭയങ്കര ലക്കിയാണെന്ന് തന്നെയാണ്. മോർണിംഗ് ലൈറ്റിൽ ഒരു ഗ്രേ ലങ്കൂർ ഫാമിലി നിലത്തിറങ്ങിയിരുന്ന് കളിക്കുവാണ്. അതിൻ്റെ അർത്ഥം ഈ ഏരിയ സേഫാണ്. ഇവിടെ ലെപ്പേഡോ ടൈഗറിൻ്റെ ഒന്നും പ്രസൻസ് ഇല്ലെങ്കിൽ മാത്രം അവർ നിലത്തിറങ്ങുള്ളൂ. സ്പോട്ടഡ് ഡിയേഴ്സിനൊക്കെ അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഗ്രേ ലങ്കൂറൊക്കെ നിലത്തിറങ്ങുന്ന ഏരിയയിൽ അവരും നല്ല സേഫായിട്ട് നിന്ന് തീറ്റ തിന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. മുന്നിൽ ഒരു ടൈഗർ ക്രോസ് ചെയ്യുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. നമ്മളിതാ ഓടി വന്നപ്പോഴത്തേക്കും ടൈഗർ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് പോവാണ്. ഇത് മുർഗര ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ടൈഗ്രസ് ആണ്, അവളുടെ ഏരിയ ആണിത്. അപ്പോൾ അവൾക്ക് 2 കപ്സ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ കപ്സിനെ എവിടെയോ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ആൾ വേട്ടയ്ക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ടൈഗർ അധികം നേരം ഫൈറ്റിങ് തന്നില്ല. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കുറ്റിക്കാടിനുള്ളിലേക്ക് കയറിപ്പോയി. എന്താണെന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. അന്നേരത്തേക്ക് ഓൾമോസ്റ്റ് സഫാരി ടൈം കഴിഞ്ഞിട്ടുണ്ട്. ക്വിക്കായിട്ട് നമുക്ക് ഈ JLR പാക്കേജിനെ കുറിച്ച് പറയാം. നമ്മൾ വൈസ്രോയി പാക്കേജാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നോൺ AC റൂം, 3 നേരത്തെ ഫുഡ്, സ്നാക്സ്, 2 ജിപ്സി സഫാരി ഇതെല്ലാമാണ് ഇൻക്ലൂഡഡ്. ശരിക്കും പറഞ്ഞാൽ ഫുഡ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫുഡ് സർവീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലൈവ് ആയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് റൂമുകളാണല്ലോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഇത് കൂടാതെ മഹാരാജ പാക്കേജ് ഉണ്ട്, AC റൂമിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതിലും 2 സഫാരി തന്നെയാണ് വരുന്നത്. സഫാരിക്ക് വരുന്ന ഡ്രൈവേഴ്സ് അവർ നാച്ചുറലിസ്റ്റുകൾ പക്ക പ്രൊഫഷണൽസാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്സിന് ചാൻസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് മാക്സിമം സൈറ്റിംഗ് ഉണ്ടാക്കി തരും. നമ്മൾ JLR ബന്ദിപ്പൂർ സഫാരി കഴിഞ്ഞ് മടങ്ങുവാണ്. 2 സഫാരി കിഡിലൻ സഫാരീസ് ആയിരുന്നു.
ലെപ്പേഡും ടൈഗറിൻ്റെ ഹണ്ടിങ്ങും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം ഫുള്ള്, നമ്മൾ ഇന്നുണ്ടായിരുന്ന ടീം ഇതാണ് കേട്ടോ നമ്മുടെ സാരഥി രമേശ് അണ്ണനാണ് നമ്മളെ സംഭവങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ കറക്റ്റ് ടൈഗർ ഉള്ളിടത്തേക്കും അതെ ലെപ്പേഡ് ഉള്ളിടത്തേക്കും കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോയി സ്പോട്ട് ചെയ്യിപ്പിച്ചു. അതെ നമ്മുടെ വണ്ടിക്ക് മാത്രമേ ആ ലെപ്പേഡ് ഇന്നത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ അപ്പോൾ ശരി, ബൈ ബൈ.